വെൽക്കം ബാക്ക് ടു അല്ലാപ്പായ്. അപ്പോൾ നമ്മൾ നേരെ ചൈനയ്ക്ക് പോവാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഖത്തർ എയർപോർട്ട് ദോഹ. അപ്പോൾ ഖത്തർ എയർവേസിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പോകണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പോകണതാണ്. കാരണം പ്ലേ ബട്ടൺ നമുക്ക് ചൈനയിൽ നിന്ന് വൈറലായി കിട്ടിയ പ്ലേ ബട്ടനാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് അൺബോക്സ് ചെയ്യാൻ ഏറ്റവും നല്ല സാധനം ചൈന തന്നെയാണെന്ന് എനിക്ക് തോന്നി. പ്ലേ ബട്ടൺ ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിയിട്ട് 1.5 മാസത്തിന് മേളിലായി. പക്ഷെ ഇതുവരെ നമ്മൾ അൺബോക്സ് ചെയ്തില്ല. ചൈനയിൽ പോയിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിനുള്ളിൽ കയറുന്നത് കണ്ടില്ല, പുറകെ പാവ ഇരിക്കുന്നുണ്ട്. ഈ പാവ എന്ന് പറഞ്ഞാൽ ഖത്തറിൽ നിന്ന് നാട്ടിൽ പോകണ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഈ പാവ കാണുക എന്ന് പറഞ്ഞാൽ. കാരണം നാട്ടിൽ പോകുമല്ലോന്നൊരു തോന്നൽ വരുമല്ലോ. പക്ഷെ ഞാൻ നാട്ടിലല്ല, ഞാൻ ചൈനയ്ക്കാണ്. പാവ കണ്ടുകൊണ്ടും പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എവിടെ ഒരു പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. ഇതിനുള്ളൊരു കുറച്ച് ഗ്രീനറി ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. കുറച്ച് പുഴ പോലത്തെ എന്തോ ബെസ്റ്റ് എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു സംഭവം ഇതിനുള്ളൂ. ഉണ്ടാവുന്ന പോയി ഈ പ്രാവശ്യം എന്താ ഞാൻ തപ്പി കണ്ടുപിടിച്ചിരിക്കും. അതെവിടെയാണാവോ. അപ്പോൾ ആ സ്ഥലം എനിക്ക് ഒരു ചങ്ങായി പറഞ്ഞു തന്നിട്ട് ഇതിനുള്ള ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൽ കയറിയിട്ട് ആ ട്രെയിൻ നിന്ന് കഴിയുമ്പോൾ താഴത്തെ സ്റ്റെപ്പിട്ട് ഇറങ്ങിയാൽ മതിയെന്ന്. അപ്പോൾ ആ സ്ഥലത്തെത്താന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ട്രെയിൻ. അപ്പോൾ ഇനി ഈ ട്രെയിനിൽ കയറിയാൽ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ഓർച്ചഡ് സെക്ഷനിലെത്താം. പോയി നോക്കാം. കുറേ നാളെ അവിടെ കയറണം വിചാരിക്കും. ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. ട്രെയിൻ തുറന്നു. കണ്ടില്ലേ ഖത്തറിലെ എയർപോർട്ട് എത്രത്തോളം നല്ല അടിപൊളിയാണ്. ഇതൊക്കെയാണ് ഖത്തർ എയർപോർട്ട്. നമ്മൾ സ്റ്റിൽ ആ മറ്റേ ഗാർഡനുള്ള സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചത്. അത് എവിടെയാണോ തപ്പണിന്നോടെ ജസ്റ്റ് ഇവരോട് ചോദിച്ചത്. ഹലോ, അതെടുത്ത ഗാർഡൻ സെക്ഷൻ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് നമ്മളീ പറഞ്ഞ ഗാർഡൻ. കണ്ടില്ലേ, ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തേക്കാണ് ഇവർ. നമുക്കപ്പോൾ നേരെ താഴേക്ക് ഇറങ്ങാം. ഈ കാണുന്ന ഈ ചെടി എല്ലാം ഒറിജിനലാണ്, അല്ലാതെ ഇത് മറ്റേ പ്ലാസ്റ്റിക് ചെടിയൊന്നുമല്ല. സാധനം ഒറിജിനലാ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് ഇങ്ങനെ നടക്കാം, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. S23 അൾട്രാ കയ്യിലുള്ള നല്ല ഗുണമാണ്. പെണ്ണെടുക്കുക, ക്ലിക്കുക. കണ്ടില്ലേ, എൻ്റെ ഫോട്ടോ എടുക്കാൻ എനിക്കൊരു തെണ്ടിയുടെ സഹായം ആവശ്യമില്ല. ഇവിടെ ഇരിക്കാൻ മാത്രമൊന്നുമില്ല, ഇവിടെ കിടക്കാനുള്ള സ്ഥലമുണ്ട്. കണ്ടില്ല, ആൾക്കാർ കിടക്കണേ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇനി എൻ്റെ ഫ്ലൈറ്റിൻ്റെ പോണ വഴി എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് പോകേണ്ടത് C25 ആണ്. അപ്പോൾ C25ലേക്കുള്ള യാത്രയാണ്. അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ചത് ബാക്കി കാണുന്ന C25 അതാണ് നമ്മുടെ ബോർഡിങ് ടു ഗുവാൻഷോ. ഇവിടെ പിന്നെ നമ്മൾ വ്ളോഗ് എടുത്താലും ആരും കാണാനൊന്നുമില്ല, കാരണം കൂടുതൽ ചൈനക്കാരായിരിക്കും അങ്ങോട്ട് പോകുന്നത്. സം ലക്ഷറി തിങ്സ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. സമയം രാത്രി 1:30 ആയില്ലോ അല്ലേ? രാത്രിയല്ല, ഇത് രാവിലെയാണ് ശരിക്കും. നമ്മൾ ആദ്യം കണ്ട അവിടെ നിന്ന് കണ്ടില്ലേ, എവിടെ ആദ്യം നിന്നേ ആ കണ്ട അവിടെ നിന്ന് നോക്കിയാൽ പാലത്തേട്ടാണ് ഈ വന്നേക്കണേ. കണ്ടില്ലേ ഖത്തർ എയർപോർട്ട്. നമുക്ക് നടക്കുമോ കിടക്കുമോ ഇരിക്കുമോ എന്ത് വേണേലും ചെയ്യാം. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാം. ഈ എയർപോർട്ടിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ എന്തോ ഒരു സ്ഥലമാണെന്ന് അറിയുമോ. ഞാൻ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ശിശു എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. അടിപൊളി ഫോട്ടോസാണ് ഞാൻ പ്രഖ്യാപിക്കുന്ന കുറച്ച് ഫോട്ടോസ്. പക്ഷെ എന്നാലും അടിപൊളിയാണ്. നമ്മൾ ക്യൂവിലാണ്. ക്യൂ ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നേരെ പ്രൊക്കെ ക്യൂ ആണ്. നേരെ ഗുവാൻഷോ. അങ്ങനെ ബോർഡിങ്ങും കഴിഞ്ഞു. ഇത് കിടക്കണോ നമ്മുടെ വണ്ടി. ഖത്തർ എയർവേസ്. അങ്ങനെ നമ്മൾ ഇതാ ഫ്ലൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. 17, 18, 19 A വിൻഡോ സീറ്റ്. നെയ്മയ്ക്ക് എനിക്ക് സ്പെഷ്യലായിട്ട് എടുത്തു തന്ന വിൻഡോ സീറ്റാണ്. ഇതൊരു ഫോൺ കുത്തിയിടാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫോൺ കുത്തിയിടാം. അപ്പോൾ നമുക്ക് ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഇത് ഒരു ഹെഡ്ഫോൺ, ഇത് ഇവിടെ കുത്തി ഉപയോഗിക്കാം. ഇത് മറ്റേ സാധനം ടവലുണ്ടാവും, പേസ്റ്റ് ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇതും എടുത്ത് തൽക്കാലം ഇവിടെ വയ്ക്കാം. പിന്നെ ഇത് ബ്ലാങ്കറ്റാണ്, ഇപ്പുറത്തേക്ക് വെക്കാം. തലോണ, സീറ്റ് ബെൽറ്റ്, ഫോൺ ഞാൻ കുത്തിയിട്ടുണ്ട്. പക്ഷെ ഖത്തർ എയർവേസ് അപ്ഗ്രേഡ് ആവേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് C ആവണതൊക്കെ സ്ലോ ചാർജിങ് ആണ്. കണ്ടില്ലേ, ഇതൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ സെക്യൂർ ചാർജ് കണക്ഷൻ എഴുതി കാട്ടും. കണ്ടില്ലേ, സ്ലോയാണ്.
സ്ലോയാണ്, പക്ഷെ കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ വേറെ വഴിയില്ല. C വെച്ചാൽ കുഴപ്പമില്ല, എല്ലാ ഫോണും ഫാസ്റ്റ് ചാർജിങ് അല്ലേ. ഇവർ ഈ USB to C ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കാലത്ത് ചാർജ് ചെയ്ത് തീരാനാണ്. പിന്നെ 2.4 ആംപിയറാണ്, അത്ര സ്പീഡൊന്നും അല്ല. 5 ആംപിയർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3.2 ആംപിയർ ഇങ്ങനെ വെക്കണമെന്നാണ് എൻ്റെ ഒരു വിലയേറിയ നിഗമനം. പിന്നെ ഇതിൻ്റെ അകത്ത് ബേസിക്കായിട്ട് ഈ ഫ്ലൈറ്റിലെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, എവിടെയൊക്കെ എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ശ്രദ്ധിക്കാനുള്ള ബാഗ്. ഓക്കെ, കിടക്കുന്നു വേറൊരു ഖത്തർ എയർവേസ്. പിന്നെ നമ്മുടെ സീറ്റിൻ്റെ ഇപ്പുറം ഇവിടെ ഇനി ആരാ വന്നിരിക്കണമെന്ന് നമുക്ക് പോയിക്കാറൊന്നുമില്ല. ഏതെങ്കിലും ഒന്നെങ്കിൽ 70 വയസ്സുള്ള അമ്മായി, അല്ല അമ്മൂമ്മ, അല്ലേ ഏതെങ്കിലും കിളവൻ, ഇതിക്കുള്ളത് സംഭവിക്കാനില്ല. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ഇതൊരു സ്പെഷ്യൽ സീറ്റാണ്. കാരണം ഇത് നമ്മൾ ബുക്ക് ചെയ്തത് കാശ് കൊടുത്തല്ല. ഏവിയോസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഖത്തർ എയർവേസിൽ കുറേ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏവിയോസ് കിട്ടും. ശരിക്കും ഈ ടിക്കറ്റ് റേറ്റ് ഏകദേശം 3600 ചില്ലറ സംതിങ് റിയാലാണ്. അതായത് 30,000 എന്ന് പറയുമ്പോൾ 68,000, 14,000, 78, 90,000 രൂപയ്ക്ക് അടുത്ത് ടിക്കറ്റ് റേറ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ആകെ പേ ചെയ്യേണ്ടി വന്നത് 4,000 രൂപയാണ്, അതായത് 200 റിയാല്. ബാക്കിയുള്ളത് ഫുള്ള് നമുക്ക് ഈ എയർ ടൈം, അതായത് ഖത്തർ എയർവേസിൽ കുറേ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എയർ ടൈമിൻ്റെ പോയിന്റ് കിട്ടും. ആ എയർ ടൈമിൻ്റെ പോയിന്റ് വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഈ പ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ സീറ്റാണ്. നമുക്ക് ഈ വിൻഡോ സൈഡ് എല്ലാം ഫുൾ ബുക്ക്ഡ് ആയിരുന്നു, പക്ഷേ നമുക്ക് ഏവിയോസ് വെച്ച് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ സൈഡ് കിട്ടിയതാണ്. പിന്നെ ഈ കാണുന്ന സ്വിച്ച് പിടിച്ച് എനിക്ക് റിമോട്ടിന് ചാടിപ്പോരും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ കാര്യങ്ങളൊക്കെ. ഇംഗ്ലീഷ് 6 hours 42 minutes to ക്യാൻ. 6 മണിക്കൂറാണ് ഖത്തറിൽ നിന്ന് ചൈനയ്ക്ക്. പിന്നെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഇങ്ങനെ ഓരോന്ന് ഇതിൽ ഞെക്കുന്നതിലൂടെ എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ ബാക്കിയൊക്കെ ഫ്ലൈറ്റ് കയറിയിട്ട് ഞെക്കി വയ്ക്കാൻ മനസ്സിലാവും. അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഗുവാൻഷോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. CAN എയർപോർട്ട് കണ്ടില്ലേ, ചൈനയുടെ മണം. അങ്ങനെ എയർപോർട്ടിലേക്ക് ഇറങ്ങുവാൻ കഴിച്ച് പ്രൊപ്പല്ലർ നോക്കി. നമ്മൾ വന്ന ഫ്ലൈറ്റ് നമ്മളെ വിളിക്കാൻ വേണ്ടി വണ്ടി ഒന്നും കണ്ടില്ലേ. ഇത്രയോ നീളമുള്ളൊരു ബസ്സാണ് തന്നെ. നമ്മൾ ബസ്സിൽ കയറി എയർപോർട്ടിൽ ഇറങ്ങുന്ന വഴി ബസ് വരും. ഇപ്പം മലയാളം ഏത് ഭാഷ സംസാരിച്ചിട്ടും കാര്യമില്ല. ഇതിൽ പിന്നെയും കുറച്ചും കൂടി ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ടാവും. അപ്പുറം ടൗണിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചൈനീസ് ആയിരിക്കും അത്യാവശ്യം. മുള്ളാൻ വിട്ടു, പ്ലെയിനിൽ നിന്ന് ഒഴിച്ചാൽ മതിയായിരുന്നു. ഉമ്മാർക്ക് എയർപോർട്ടിലെ കക്കൂസിലേക്ക് ഇച്ചിരി വെള്ളം വെച്ചുകൂടെ. കുന്തം. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവാം. നല്ലോണം വിശക്കുണ്ട് കണ്ടില്ലേ. ആദ്യം ഒരു സലാഡ് വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ചിക്കൻ വരും, പിന്നെ കുറച്ച് റൈസും. നാളെ തൊട്ട് ചൈനീസ് ഫുഡ് കഴിച്ചു തുടങ്ങണം. വണ്ടി ഇവിടെ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. പൈസ അങ്ങനെ എങ്ങനെയെല്ലാമോ നമ്മൾ ചൈന എത്തി. ഇനി ഒന്ന് കിടന്നുറങ്ങണം. ക്ഷീണം. ബൈ ബൈ.